അല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടതോടെ റസൂലുഹു എന്ന ആയത്തിന് വല്ല പ്രസക്തിയില്ലാതെ പറയേണ്ടി വരില്ലേ? അള്ളാഹുവിന്റെ ഔലിയാക്കൾ മരണപ്പെടുന്നതോടെ അല്ലെങ്കിൽ സത്യവിശ്വാസികൾ മരണപ്പെടുന്നതോടെ ഈ ആയത്തിന് പിന്നെ പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനെ പറയും മറുപക്ഷം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു, ഇത് അൽമനാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് രേഖയായിക്കൊണ്ടല്ല. പ്രത്യുത നിങ്ങളുടെ വാർത്ത ഖണ്ഡിക്കാനാണ്. നിങ്ങൾ പറഞ്ഞത് വാർത്തന് വേണ്ടി സമ്മതിക്കുന്നു എന്നാണ്. വാർത്തന് വേണ്ടി സമ്മതിച്ചാൽ പോരാ, സ്നേഹപൂർവ്വം മര്യാദപൂർവ്വം നിങ്ങളുടെ മുഖപത്രത്തിൽ പറഞ്ഞിട്ടുള്ള അർത്ഥം നിങ്ങൾ സമ്മതിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. അതുകൊണ്ട് ഇന്നമാ വലിയക്കുമുള്ളാഹു എന്നതിന്റെ അർത്ഥം അള്ളാഹു നിങ്ങളുടെ ആത്മമിത്രമാണ് എന്നോ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ബന്ധുവാണ് എന്നോ അല്ല. അങ്ങനെ അർത്ഥം ഉണ്ടാകാം. പക്ഷെ ആത്മനാവിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സഹായിയാണ് എന്നാണ്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സഹായി എന്നാണ്. ഇമാം റാസിയും പറഞ്ഞിട്ടുള്ളത് സഹായി എന്നാണ്. ഇങ്ങനെ സത്യങ്ങളും രേഖകളും കൂടുതൽ ഉദ്ധരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഉദ്ധരിക്കാതിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അൽമനാറിലും ഇങ്ങനെ എല്ലാ പണ്ഡിതന്മാരും ഇവിടെ സഹായി സഹായി എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വകുല്ലുവൻ അൻഫഫ വതറക തഅഖുബ വതഅമ്മല ഫീ മുഖദ്ദിമിൽ ആയത്തി വഫീ മുഅഖ്ഖരിഹാ ഖതഅ ബിഅന്ന الولي في قوله انما وليكم الله ليس الا بمعنى الناصر والمحب. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം വിശദീകരിച്ച ഇമാം റാസി പറയുന്നത് നിഷ്പക്ഷമുള്ളവൻ, ആയത്തിന്റെ അവസാനവും ആദ്യവും ചിന്തിക്കുന്നവൻ, അവൻ പറയുകയില്ല, അവൻ ഖതഅ അവൻ ഉറപ്പിച്ചു പറയും ബിഅന്ന الولي في قوله انما وليكم الله انما وليكم الله എന്ന ആയത്തിലുള്ള വലിയ എന്നതിന്റെ അർത്ഥം ലൈസ ഇല്ലാ ബിമഅന الناصر والمحب, സഹായിക്കുന്നവൻ ഇഷ്ടക്കാരൻ എന്ന അർത്ഥത്തിലല്ലാതെ ഈ ആയത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് പറയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുന്നു. അതേ അർത്ഥം സമ്മതിച്ചുകൊണ്ട് തന്നെ അൽമനാറിൽ സഹായി സംരക്ഷകൻ എന്ന അർത്ഥം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹായി എന്ന അർത്ഥം അതിനുണ്ടെങ്കിൽ അവരോട് സഹായം ചോദിക്കാം. അതിൽ നിന്ന് മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവരെന്ന വ്യത്യാസമില്ല, മരിച്ചവരോട് ചോദിക്കാമെന്ന് അബൂ ഹയ്യാൻ നഹ്വി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു. രണ്ടാമത്തെ വിഷയം ഇസ്തിസ്ഖിരി ഉമ്മത്തിക്കല എന്ന് പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ അസർ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് സംഭവം ഒന്നും വിവരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് സമയം അനുവദിക്കുമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നു. ഈ സംഭവത്തിന്റെ അവസാനം പറയുന്നത് സംഭവത്തിന്റെ ലാസ്റ്റ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഈ വ്യക്തി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഭവങ്ങളൊക്കെ വിവരിച്ചതാണ്. പകുതി വിവരിച്ചതല്ല, ഞാൻ പകുതി വിവരിച്ച് കുറച്ച് കാര്യം പറഞ്ഞ ഭാഷ പറഞ്ഞിട്ടതല്ല, സംഭവിച്ച സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു എന്നാണ് എന്റെ അർത്ഥം. ഉമർ അത് കേട്ട് കരഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം മഴ കിട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ മഴ ലഭിച്ചു. ഇവിടെ ഈ വ്യക്തി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ചെന്ന് മഴ ചോദിച്ചിട്ട് ആ സംഭവം അറിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ മോനെ ഇരുട്ടായി പോയല്ലോ, ഇത് തെറ്റായി പോയല്ലോ, ഇത് ഇസ്ലാമിലെ വിശ്വാസപ്രകാരം ബഹുദൈവത്വമാണല്ലോ, നീ അതുകൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ ഖബറിൽ നിന്ന് റസൂൽ കൊടുത്തേക്ക് സലാം മടക്കി എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞേക്കുന്നു. അങ്ങനെ സലാം ഈ വ്യക്തി സലാം പറയുന്നു. അതുപോലെ സംഭവങ്ങളെല്ലാം വിവരിക്കുന്നു. അങ്ങനെ സംഭവങ്ങൾ വിവരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും മഴ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആയത്തും അതുപോലെ തന്നെ ഉമർ ഫാറൂഖിന്റെ കാലത്തുണ്ടായ സംഭവവും രണ്ടും മഹാത്മാക്കളോട് സഹായം ചോദിക്കാറുണ്ട്. ആ ആയത്തിന് തെളിവെല്ലാം അതിന്റെ തെളിവാണെന്ന് ഞാൻ പറയാം. തെളിവാണെന്നില്ല വളരെ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങളുടെ തെളിവല്ല ആയത്തിന്റെ വിശദീകരിച്ച് ചെറിയൊരു അങ്ങനെ പറ്റില്ല. അയാൾ ചിരിക്ക മാത്രമേ, മറ്റൊരു പറയുന്നത് ചിരിക്കാൻ മാത്രമാണ് അയാളെ ഏൽപ്പിച്ചതാണ്. അല്ലാതെ അയാള് വിഷയം പഠിക്കണം. ഖുർആൻ ആയത്തിന്റെ അർത്ഥം പറയേണ്ടത് മുഫസ്സിറുകളാണ്. ആ പ്രശ്നം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അർത്ഥം പറയുന്നത്. ഈ പറഞ്ഞൊരു ഏകദേശം ബോധ്യം വന്നിട്ടുണ്ടോ എന്ന് കൂടുതൽ ചെയ്യണം ഓഡിയൻസിന്. അപ്പൊ ഒരു ചാൻസ് ഒരു ധാരണ ഏകദേശം ആയിട്ടുണ്ടോ? അതിനാണ് രേഖ പറഞ്ഞ് പ്രത്യേകം പറഞ്ഞു നമ്മളെന്ന് പറഞ്ഞത്. ആ വ്യാഖ്യാതാക്കളാണ് അവരുടെ ഒന്നിലധികം വ്യാഖ്യാനം ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അതാണ് എന്റെ പ്രത്യേകം. ഇവിടെ ഇന്നമ വൈകിക്കുമെന്നാണ് റസൂലും വല്ലതിനാമോ എന്ന് പറയുന്ന ആയത്ത്.
മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നത് അനുവദനീയമാണ് എന്നതിന് തെരുവെല്ലാം ഉദ്ദേശിക്കുന്നത്. പക്ഷെ തെരുവെല്ലാം നാം പോരാടുന്നത്. കാരണം ഈ ആയത്ത് പഠിപ്പിച്ചിരിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മരിച്ചുപോയ ഒരു മഹാനോടും സഹായം തേടിയിട്ടില്ല. മരിച്ചുപോയ ഒരു മഹാനോടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി ഒരിക്കലും സഹായം തേടിയിട്ടില്ല. അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് ഏതോ ഒരു മനുഷ്യൻ പ്രവാചകനോട് സഹായം തേടി എന്ന് പറഞ്ഞു വന്നത്. ഇവർ നിന്നുകൊണ്ടാണ് ഞാൻ പ്രമാണം എന്താണെന്ന് ചോദിച്ചത്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണം, ഹദീസ് ഇസ്ലാമിന്റെ പ്രമാണം, അതുപോലെ ഇജ്മാഉ ഖിയാസ് ഇസ്ലാമിന്റെ പ്രമാണം. ആരെങ്കിലും ചെയ്തു വെച്ചത് ഇസ്ലാമിന്റെ പ്രമാണമല്ല, ആരുടെയെങ്കിലും വാദങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണമല്ല. മാത്രമല്ല ഈ ആയത്തിൽ വലിയ എന്ന പദത്തിന് സഹായി എന്ന അർത്ഥമുണ്ട് എന്ന് പറയാനാണ് അൽമനാർ വരെ ഇവിടെ ഉദ്ദേശിച്ചത്. അത് പ്രമാണത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആ ആയത്തിന് അവിടെ ഔലിയായ അല്ലെങ്കിൽ വലിയ സഹായി എന്ന് തന്നെയാണ് അർത്ഥമെന്ന് നിങ്ങൾക്ക് നിർബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടി ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു യഹൂദ വന്നസാറ ഔലിയാ ബഅദുഹും ഔലിയാ ബഅദ്. അവിടെ ഔലിയാന്റെ അർത്ഥം എന്താണ്? തൊട്ടും കൂടെ ആയതുള്ളത് അതാണ് വിഷയം. ജൂതക്രിസ്ത്യാനികളെ നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ജൂതക്രിസ്ത്യാനികളോട് യാതൊരു സഹായവും ചേരാൻ പാടില്ല എന്നാണോ? യാതൊരു സഹായവും ചോദിക്കാൻ പാടില്ല എന്നാണോ? ജൂതന്മാരോട് പ്രവാചകത്തിനെ സഹായം ചോദിച്ചിട്ടുണ്ട്, സ്വഹാദികൾ സഹായം ചോദിച്ചിട്ടുണ്ട്. ഇന്നും ജൂതന്മാരിലേക്ക് ക്രിസ്ത്യാനികളിലേക്കും ഹിന്ദുക്കളോട് ഇതര അമുസ്ലിം സഹോദരങ്ങളോട് പല സഹായങ്ങളും മുസ്ലിംകൾ തേടാറുണ്ട്. എങ്കിൽ അവരോട് ചില സഹായങ്ങൾ തേടാമെന്നും ചില സഹായങ്ങൾ തേടിക്കൂടാമെന്നും എന്താണ് കൃത്യമായ പ്രമാണം? ആ പ്രമാണമില്ല. ഇവിടെ നിന്നുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു യഹൂദ വന്നസാറ എന്ന ആയത്തിൽ വലിയ എന്ത് അർത്ഥമാണുള്ളത് അതേ അർത്ഥം തന്നെയാണ് ഇന്നമാ വലിയക്കുമുള്ള എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്തിന് വലിയ അർത്ഥമുള്ളത്. ഈ രണ്ട് ആയത്തുകൾ ഒരുമിച്ച് വായിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുവാനോ സഹായം തേടുവാനോ തെളിവല്ലാത്തതുകൊണ്ടാണ് പ്രവാചക തിരുമേനി ഒരിക്കലും മരിച്ചുപോയ ഒരൊറ്റ മഹാനോടും പിന്നെ ഇബ്രാഹിം നബിയോടോ ഇസ്മായിൽ നബിയോടോ അതിനു പകരം ഒരിക്കുന്ന പ്രവാചകന്മാരോടോ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു സഹായം തേടാതിരുന്നത്. അതിനാൽ അങ്ങനെ സഹായം തേടിയതിന് തെളിവില്ല, പ്രമാണങ്ങൾ തെളിവില്ലാത്തത് കൊണ്ടാണ് ഇവർ വിശ്വസ്തിന് ഉമ്മത്തിക്കാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വിഷയത്തിലേക്ക് എത്തിച്ചത്. എന്നിട്ടോ ആ മനുഷ്യൻ ആ സംഭവം മുഴുവനായി പിന്നെ ഓർക്കത്താവോട് പറഞ്ഞതാണ് പിന്നെ പറഞ്ഞത്. ആ ഉബറഹു എന്ന് പറഞ്ഞാൽ മുഴുവൻ വിഷയവും പറഞ്ഞിരിക്കുന്നു എന്നതിന് ആരാ അർത്ഥപ്പെട്ടത്? കേവലം ഇത് അടിസ്ഥാനപരമായി ഒരു തെളിവാണ് ചോദിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക. ഞങ്ങളുടെ വാദപ്രകാരം തീർച്ചയായിരിക്കുന്ന ഒരു കാര്യം അത് അനുവദനീയമാക്കുവാനാണ് ഇവർ ഈ കാര്യം ഉദ്ദേശിച്ചത്. എന്നാൽ കേവലം ഒരു ഊഹം മാത്രമാണ് ഉദ്ദേശിച്ചത്. ഈ മനുഷ്യർ ഉമർ ഖത്താബിനോട് മുഴുവൻ വിഷയവും ബാധിച്ചുണ്ടോ ഇല്ലയോ അതിന് കൃത്യമായ രേഖയില്ല. ഒന്ന്. രണ്ടാമത്തത് ആ സംഭവം തന്നെ ഹദീസല്ല, ഇസ്ലാമിക പ്രമാണമല്ല, അത് പ്രവാചകത്തിലല്ല, അത് ഖുർആനല്ല, അത് ഇജ്മാഉമല്ല, ഖിയാസുമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണമല്ലാത്ത സംഗതി ഈ ചോദ്യത്തിന്റെ ഉത്തരമായി ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ പറയാനുള്ളത്. ഇവിടെ ചോദിച്ചത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ മരിച്ചുപോയ വാഹനമാണ് സഹായം ചോദിക്കുവാൻ അനുവദനീയമാണ് എന്നതിന്റെ തെളിവുണ്ടോ എന്നാണ്. എന്നാൽ ഏതെങ്കിലും ഹദീസല്ലാത്ത, ഖുർആനല്ലാത്ത, ഇജ്മാ അല്ലാത്ത, ഖിയാസ് അല്ലാത്ത ഒരു ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് ഇത് തെളിവായി എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരമല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലോ ഇവർ ഉദ്ധരിച്ചിരിക്കുന്ന കേവലം അവരുടെ അടിസ്ഥാനത്തിലോ മരിച്ചുപോയ മഹാത്മാ സഹായം തരൽ അനുവദനീയമാണെന്ന് തെളിയിക്കുവാൻ സാധ്യമല്ല എന്ന് എന്ന ആയത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അത് അൽമനാറിൽ നിന്ന് അർത്ഥം ഉദ്ധരിച്ചു, ഞങ്ങൾ അർത്ഥം വിശദീകരിച്ചു, അതുപോലെ ഖുർആൻ പണ്ഡിതന്മാർ അതിന്റെ അർത്ഥം വിശദീകരിച്ചു, അത് വ്യക്തമായി. എന്നാൽ പിന്നെ ഇനി അതിനെ ഖണ്ഡിക്കുവാനും അതിനെ വിശകലനം ചെയ്യുവാനും വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു ചോദ്യം വളരെ നേരത്തെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ മധ്യസ്ഥനാണ് ചോദ്യം ഉന്നയിക്കേണ്ടത് എന്നത് ഇവിടെ കുടുംബം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയ ധാരണ എന്ന നിലക്ക് ആ ധാരണ ലംഘിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതുവരെ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ചോദ്യം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോൾ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഞങ്ങൾ ആ ധാരണ ലംഘിക്കാൻ നിർബന്ധിതരാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാത്മാക്കളോട് അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളോട് സഹായം ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. മൗലവി സാഹിബെ, നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല, നിങ്ങൾ സുന്നത്തും പഠിച്ചിട്ടില്ല, നിങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളും പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹ്
അള്ളാഹുവിന്റെ കലിമത്തുകളോട് ഞാൻ സഹായം ചോദിക്കുന്നു. ആരാണ് അള്ളാഹുവിന്റെ കലിമത്തുകൾ? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ കലിമത്തുകൾ എന്നോട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ അർവാഹുൽ ആലിയ അഊദു ബികലിമാത്തില്ലാഹി ഫഖൗലുഹു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി ഇസ്തിആദത്തു മിനൽ അർവാഹിൽ ബശരിയ്യ. മനുഷ്യാത്മാക്കളുടെ സഹായാർത്ഥനയാണ്. ആരോട്? ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി താഹിറത്തി തയ്യിബ. മഹാത്മാക്കളോട് നടത്തുന്ന സഹായാർത്ഥനയാണ്. മനുഷ്യാത്മാക്കൾ മഹാത്മാക്കളോട് നടത്തിയ സഹായാർത്ഥന എന്തിന്? ചില ചീത്ത ശക്തികളുടെ തിന്മകളിൽ നിന്ന്, അവർ വരുത്തുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടി മഹാത്മാക്കളോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു.